എൻ്റെ പേര് ലിഞ്ചു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബിനോയ്, ENT സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 19 ഓൺലൈനായിട്ടാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു 4 years ആയിട്ട് കോവിഡ് പീക്ക് ടൈം കഴിഞ്ഞപ്പോൾ മുതൽ ഗൾഫിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റിന് കുറച്ച് മണിയൊക്കെ ദുബായിലുള്ള ആൾക്ക് മണിയെല്ലാം കൊടുത്തു. ആൾ പറഞ്ഞു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ, ബാക്കി പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു 2 lakhs rupees വാങ്ങി എക്സാമിന് വേണ്ടി ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഒരു 3 times MOH എക്സാം ദുബായിയുടെ എഴുതിയിട്ടും ഫെയിലായി. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ്, എന്നിട്ടും ഫെയിലായി. അതിനിടയിൽ നോർക്ക റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. കുവൈറ്റ് നാഷണൽ ഗാർഡിലേക്ക് ഡോക്ടേഴ്സിനെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലും അപ്ലൈ ചെയ്തു. പക്ഷേ അതെല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നുകൊണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തില്ല. മസ്കറ്റിൽ ഒരു ആസ്റ്ററിൽ ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ അവിടെയും സെലക്റ്റായി. അവിടെയും എക്സാം പ്രിപ്പയർ ചെയ്യണമായിരുന്നു, പാസ്സാവണമായിരുന്നു. അതും 3 പ്രാവശ്യം എഴുതി, 3 പ്രാവശ്യവും ഫെയിലായി. ഇതെല്ലാം ഒരു 3 yearsനുള്ളിൽ നടന്ന സംഭവങ്ങളാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി തടസ്സങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒത്തിരി മണി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫ്ലോ ചെയ്തു, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു, എക്സാമിന് വേണ്ടി മണി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റേഴ്സ് കുവൈറ്റിലുണ്ട്, സിസ്റ്റർ പറഞ്ഞു കുവൈറ്റ് MOHൽ ട്രൈ ചെയ്യാം. അങ്ങനെ CV അവിടെ കൊടുത്ത ഉടനെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ അവിടെ സെലക്റ്റായി. അങ്ങനെ അവിടെയും പേപ്പർ വർക്ക്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു. അങ്ങനെ വിസ ഉടനെ വരും എന്ന് ഷുവർ ആയപ്പോൾ ഞങ്ങൾ കണ്ണൂരായിരുന്നു. അവിടെ നല്ലൊരു കോൺവെൻറ്റ് ഹോസ്പിറ്റലിലെ ജോബായിരുന്നു. അത് റിസൈൻ ചെയ്തു. നാട്ടിൽ ട്രിവാൻഡ്രത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ വന്നു. കാരണം മക്കളെ സ്കൂളിൽ ചേർക്കണമായിരുന്നു. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് 2022 മെയ്യിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നു. മക്കളെ സ്കൂളിൽ ചേർത്തു. ഹസ്ബൻഡ് ഉടനെ പോകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് എവിടെയും ജോയിൻ ചെയ്തില്ല. അങ്ങനെ വിസയ്ക്ക് വെയിറ്റ് ചെയ്തു. ജൂണിൽ വിസ വന്നു, ജൂലൈയിൽ വിസ വന്നു. ഓഗസ്റ്റിൽ ഹസ്ബൻഡ് മെഡിക്കൽ എടുത്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അൺഫിറ്റായതിൻ്റെ റീസൺ അവർ പറഞ്ഞത് എക്സ്റേയിൽ ഒരു പാച്ച് ഉണ്ടെന്നാണ്. അത് പക്ഷേ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അസുഖം ഒരു 6 years ബാക്ക് സൗദിയിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അന്നൊരു കുഴപ്പമില്ലാതെ അവിടെ പോകാൻ പറ്റി. പക്ഷേ ഇത് ഇങ്ങനെ വന്നതോടുകൂടി ഹസ്ബൻഡ് ഭയങ്കര ഡിപ്രഷനിലായി. ഞങ്ങൾ CT എടുത്ത് നോക്കിയപ്പോൾ CTയിലൊരു സോളിറ്ററി പൾമനറി നോഡ്യൂൾ ഉണ്ടെന്ന് കണ്ടു. അത് മാറത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതോടെ ഹസ്ബൻഡ് ഭയങ്കര വിഷമത്തിലായി. എവിടെയും വർക്ക് ചെയ്യാനൊന്നും ഒരു 2 months ആകെ വിഷമത്തിൽ വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം നല്ലൊരു ജോബ് കളഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്ന് ഒരു 3 months ജോബില്ലാതിരുന്നു. പിന്നെ എല്ലാവരും പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ എല്ലാം ചെയ്തത്. ഇതിനിടയിലെല്ലാം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു രീതിയിലും എല്ലാ ഓഫേഴ്സും ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ. ബാക്കി എല്ലാ ഓഫറും നമ്മൾക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്ന് കയ്യിൽ വന്നിട്ട് എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ആകെ വിഷമത്തിലായി. പിന്നെ എല്ലാവരും സമാധാനിപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം സിറ്റിയിലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സെൻറ്റർ, ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ആ ഡിസ്റ്റൻസിൽ ജോബ് കിട്ടി. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. അതിനിടയിൽ വീണ്ടും നാഷണൽ ഗാർഡിൽ നിന്ന് ഇൻ്റർവ്യൂ വരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി. പക്ഷേ അന്നേരം എല്ലാം മനസ്സിലിങ്ങനെ ഒരു വിഷമമുണ്ട്, എക്സ്റേയിൽ പ്രശ്നമുണ്ട്. എന്നാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അത് കഴിഞ്ഞ് അവരൊരു 6 months ആഫ്റ്റർ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വെച്ചു, അതും പാസ്സായി. അങ്ങനെ 13 ഡോക്ടേഴ്സ് നോർക്ക വഴി സെലക്റ്റായി. വിസ വന്നു. വിസ വരുന്നത് 2023 ജൂലൈയിലാണ്. ജൂലൈയിൽ വിസ വന്നു. പക്ഷേ അതും കൈവച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുവാണ്, എന്ത് ചെയ്യും, മെഡിക്കലിൽ അൺഫിറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2.5 മാസം കഴിഞ്ഞു. 3 മാസമാണ് വിസ ഉള്ളത്. അപ്പോൾ 2.5 മാസമായപ്പോൾ ഒരു ഏജൻറ്റ് പറഞ്ഞു ബാംഗ്ലൂർ ചെയ്താൽ മതി, അവിടെ കുഴപ്പമില്ല, അവിടെ ഫെയിലാവത്തൊന്നുമില്ല, ഫിറ്റാകും എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ബാംഗ്ലൂർ പോയി. അത് മാതാവിൻ്റെ 8 നോമ്പിൻ്റെ ടൈമിലായിരുന്നു. അങ്ങനെ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ 8-നാണ്.
അങ്ങനെ പക്ഷേ അന്നും അൺഫിറ്റായി. അപ്പോൾ ആ ഏജൻറ്റ് പറഞ്ഞു, ഇല്ല ഡോക്ടർ, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അവിടെ നിന്നു. ബാക്കി 12 ഡോക്ടേഴ്സും കുവൈറ്റിൽ പോയി ജോയിൻ ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന് മാത്രം പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ ആ സമയം കൊണ്ട് കുറേ മണി ഞങ്ങൾ വേസ്റ്റാക്കി. ഒത്തിരിയും കാര്യങ്ങൾക്ക് വേണ്ടി മണി ചിലവായി. അങ്ങനെ അതിൻ്റെ വിഷമം, കിട്ടാത്ത വിഷമം, അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഹസ്ബൻഡ് ബാംഗ്ലൂർ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇൻലോസിനും എൻ്റെ മോനും ഡെങ്കു ഫീവർ വന്നു. അങ്ങനെ അവർ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എൻ്റെ മോൻ കണ്ടിന്യൂസ് മെഡിസിൻ, ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. മെഡിസിൻ എടുത്ത് മോൻ്റെ വായിലും ത്രോട്ടിലും എല്ലാം അൾസർ വന്ന് ഫുഡൊന്നും കഴിക്കാൻ വയ്യാതെ വന്ന് ആകെ വിഷമിച്ച് ഞാൻ എല്ലാം കൊണ്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, ആലപ്പുഴയാണ്, തനിക്ക് പറ്റുമെങ്കിൽ പോയി ഉടമ്പടി എടുക്കണം. എൻ്റെ കൊളീഗ് അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഉടമ്പടി എടുത്ത ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ആ സാക്ഷ്യം അയച്ചു തന്നു. അത് കേട്ടതിൻ്റെ പുറകെ ഞാൻ കണ്ടിന്യൂസ് കുറേ സാക്ഷ്യങ്ങൾ അന്നിരുന്ന് കേട്ടു. പിന്നെ എനിക്കൊന്നും പോയി വന്നെടുക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഓൺലൈനിൽ അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തു. അപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് രോഗസൗഖ്യം കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പം വേളാങ്കണ്ണി മാതാവിൻ്റെ എണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോന് അന്നും ഒരു 2-3 സ്പൂൺ കഞ്ഞിവെള്ളം കുടിച്ചതല്ലാണ്ട് അതുപോലെ കരഞ്ഞുകൊണ്ടാണ് അവൻ ഇറക്കിയത്. ഞാൻ അവൻ്റെ നാവിലും നെറ്റിയിലും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ആ എണ്ണ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു, കിടത്തി ഉറക്കി. രാവിലെ മോൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മേ എനിക്ക് എല്ലാം മാറിയും തോന്നുന്നു, എനിക്ക് പെയിനൊന്നും ഇല്ല, എനിക്ക് സോളിഡ് ഫുഡ് വേണം. അപ്പോൾ എൻ്റെ മോൻ 1 വീക്കായി ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് സോളിഡ് ഫുഡ് വേണം, അവന് ഏറ്റവും ഇഷ്ടം പുട്ടാണ്, എനിക്ക് പുട്ട് വേണം, ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അവൻ ആ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ അവന് മാതാവ് അന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണിച്ചു തന്നു, സൗഖ്യം നൽകി. പിന്നെ ഞങ്ങൾ ശക്തമായിട്ട്, ഹസ്ബൻഡ് തിരിച്ചു വന്നു, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പേരൻസ് വയ്യാതിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 2 മന്ത്സോളം സാധിച്ചില്ല. 2023 നവംബർ 19 ഞാൻ ഡയറക്റ്റ് വന്ന് ഉടമ്പടി എടുത്ത് അതിനു മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മസ്കറ്റ് പ്രോമെട്രിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം, നമ്മൾ ഉടമ്പടിയിലല്ലേ, നമുക്ക് ഡേറ്റ് എടുത്തിട്ട് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങി എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഹസ്ബൻഡ് പറഞ്ഞു, ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല, എത്ര വർഷമായി, ഇപ്പോൾ 1 ഇയർ ഗ്യാപ്പായി. ഞാൻ പറഞ്ഞു, സാരമില്ല, നമ്മൾ ഉടമ്പടിയിലല്ലേ, എത്ര അത്ഭുതങ്ങൾ മാതാവ് നടത്തി തരുന്നു, മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ നടത്തി തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 27 ഡേറ്റ് എടുത്ത് ഞങ്ങൾ 19 വന്നു. പക്ഷേ ഞാൻ ഡയറക്റ്റ് ഉടമ്പടി എടുത്ത് വന്നപ്പോഴത്തേക്കും അച്ഛൻ പോയായിരുന്നു, 3 o'clock കഴിഞ്ഞു. അപ്പോൾ കൊച്ചച്ഛനെ കണ്ടപ്പം കൊച്ചച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരാവശ്യമായിട്ട് പോയി, സാരമില്ല, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തിരിച്ച് വന്നാൽ മതി, എക്സാം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് കാശ് രൂപവും ഉപ്പും എല്ലാം കൊണ്ടുപോയി എക്സാം എഴുതി. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് എക്സാം പാസ്സായി. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് അത് നവംബർ 27 ഡിസംബർ 13 ആയപ്പം HR മാനേജർ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത്, ഹോസ്പിറ്റലിലെ HR മാനേജർ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറിൻ്റെ സാലറി തരാനുള്ള റവന്യൂ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഡോക്ടർ റിസൈൻ ചെയ്യണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറിന് സാലറി തരാമെന്ന് പറഞ്ഞു. അത് എന്നെ വിളിച്ച് ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടത്ത് ഇങ്ങനെ പറഞ്ഞു റിസൈൻ ചെയ്യാൻ. അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നും ദുഃഖങ്ങൾ, എങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ വന്ന് പെട്ടെന്ന് ഒരു നിമിഷം ഞാനും വിഷമിച്ചു, എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്തിട്ടും ഞങ്ങളുടെ ലൈഫിൽ പിന്നെയും പ്രശ്നങ്ങൾ. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഉടമ്പടിയിലല്ലേ, എന്തിനാ പേടിക്കുന്നത്, മാതാവ് വേറൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഞാൻ ഓർത്ത, ശരിയാ, ഞാൻ ചിന്തിച്ചതായി തെറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കൃപാസനത്തിൽ വരുന്ന കാര്യം എൻ്റെ കസിൻസിനൊക്കെ അറിയാം. ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്, കല്യാണം കഴിച്ചിരിക്കുന്നത് CSIയിലോട്ടാണ്. മാതാവിൽ അവിടെ വലിയ വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, ഞങ്ങളെ കളിയാക്കുമോ, മാതാവിനെ നിന്ദിക്കുമോ എന്ന് പേടിച്ച് ഞങ്ങൾ ആരോടും ഈ ജോബ് പോയ കാര്യം മിണ്ടിയില്ല. വീട്ടിൽ പേരൻസ് ഉണ്ടായിരുന്നു, അവരോടും പറഞ്ഞില്ല. അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ ക്രിസ്മസൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. എന്തോ ഭയങ്കര ഒരു വിശ്വാസം വന്നു. അങ്ങനെ ഞങ്ങൾ ജാനുവരി 13 വരെയുള്ളൂ ഹസ്ബൻഡിന് ജോലി.
10th ആയിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ കണ്ണൂർക്ക് തിരിച്ചു പോവുകയാണ്, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ജോബ് കിട്ടും, അവിടെ ഈസിയാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഫുൾ അന്വേഷിച്ചു, എല്ലാ ഹോസ്പിറ്റലിലും സാച്ചുറേറ്റഡ് ആണ്, ജോബ് കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല, ഇനിയും തിരിച്ച് അങ്ങോട്ട് പോകുന്ന. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ, ദൂരമാണെങ്കിലും പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ ഒരു ജോബ് തന്ന് അനുഗ്രഹിക്കണേന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹസ്ബൻഡ് സാരമില്ല എവിടെ ആയാലും ഞാൻ പോകും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10th കഴിഞ്ഞപ്പോൾ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ജോബ് നഷ്ടപ്പെട്ടു പപ്പ, എനിക്ക് ഇനി ജോലിയില്ല, നാളെയും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരും വിഷമിച്ചു. അത് കഴിഞ്ഞ് 14th ആയപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് വെക്കേഷന് പറഞ്ഞായിരുന്നു നമുക്ക് വേളാങ്കണ്ണി പള്ളിയിൽ പോകണം എന്ന്. ഞാനപ്പോൾ പറഞ്ഞു വെക്കേഷൻ കഴിയാറായി, സാധാരണ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് പള്ളികളിലെല്ലാം പോകാൻ. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ടൈമില്ല, സ്കൂൾ ഓപ്പൺ ആകാറായി, പോകണ്ടെന്ന്. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വിഷമമായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്, അന്ന് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി, പള്ളിയിൽ പോകണം എന്നിങ്ങനെ വരും, വേളാങ്കണ്ണിയിൽ പോകണം. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ജോബ് തീരുന്ന അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നാളെ വേളാങ്കണ്ണിയിൽ പോകാം. അങ്ങനെ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി 2 ദിവസം അവിടെ താമസിച്ചു. ജനുവരി 13th ജോബ് കഴിഞ്ഞത്. 14th പോയി. 17th ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഈ സെൻറ്റർ ഹെഡ് തന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഡോക്ടർ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്തോ? ഇല്ല, ഞങ്ങൾക്ക് ഡോക്ടറിനെ ആവശ്യമുണ്ട്. ഡോക്ടർ ട്രിവാൻഡ്രം സിറ്റിയിലെ തന്നെ 3 ഹോസ്പിറ്റലുണ്ട്, ഇവരുടെ മെയിൻ ഹോസ്പിറ്റലിന് 3 മെഡിക്കൽ സെൻ്ററുണ്ട്. ആ 3 മെഡിക്കൽ സെൻ്ററിലെയും ENT സ്പെഷ്യലിസ്റ്റായിട്ട് ഡോക്ടറിനെ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, ജോയിൻ ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല ഈ 2 സെൻറ്ററിലേക്കും. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ മാതാവിലൂടെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്തു, ഹാപ്പി ആയിട്ട് പോകുന്നു. അതിനിടയിൽ എൻ്റെ ഇൻലോസിന് വയ്യാതായ സമയത്ത്, അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ലാസ്റ്റ് നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ ജോലിക്ക് വേണ്ടിയായിരുന്നു. ഞാനൊരു MSc MPhil പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കല്യാണം വരെയും. അതിനുശേഷം മക്കളൊക്കെ ആയി ഞാൻ ജോലിയിലൊന്നും പോകാതെ ഒരു 16 years ആയിട്ട് എനിക്ക് ജോബില്ല. പക്ഷേ ഉള്ളിൽ എപ്പോഴും ഒരു ജോലിയെക്കുറിച്ച് ഭയങ്കര ഒരു ആഗ്രഹവും എപ്പോഴും കിടക്കും. പക്ഷേ എനിക്ക് മെറിറ്റില്ല, അപ്ലൈ ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല. പിന്നെ ഞാൻ ഉടമ്പടിയില്ല ലാസ്റ്റ് നിയോഗമായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കൊരു ജോലി വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നാൽ മതി, ബാക്കി ആത്മീയമായി വളർത്തിയാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ജോലി തരല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോൾ വീട്ടിലൊരു ചേച്ചി ജോലിക്ക് വന്നു. അത് വന്നതോടുകൂടി എനിക്ക് ഒത്തിരിയും സമയമുള്ളതുപോലെ തോന്നി. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ ദൈവഹിതമാണെങ്കിൽ എനിക്കൊരു ജോബ് തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു. രണ്ടാമത് പുതുക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 24th ഇവിടെ വരുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു 10 days ബാക്ക് ഞാൻ ഒരു കൊന്ത ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എടുത്തപ്പം ഒരു ട്രിവാൻഡ്രം സിറ്റിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിസ്റ്റിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പിന് വിളിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ സാധാരണ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് വേക്കൻസി കണ്ടാലും ഞാൻ കോൺഫിഡൻ്റ് അല്ല. അത് കാരണം എനിക്ക് മെറിറ്റും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തില്ല. പക്ഷേ ഇതെന്തുകൊണ്ടോ ഞാൻ ആ സാറിന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, സാർ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാമല്ലോ, അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്ക് റെസ്പോൺസ് ഒന്നും വന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഒരുപക്ഷെ ഈ 1 month ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കാനാണെങ്കിൽ എനിക്ക് എന്തിന് ഈ ജോബ് ഇങ്ങനെ പോകണം? അത് കഴിയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കില്ലേ, 1 month പോയിട്ട് വീണ്ടും വീട്ടിലിരിക്കാനാണോ എന്ന് ഓർക്കില്ലേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം എന്നെ അവർ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഫൈനലി ആരും വിളിച്ചില്ല. 10 days കഴിഞ്ഞു. ഞങ്ങൾ 24th ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അവസാന നിയോഗമായിട്ട് എൻ്റെ ജോലി കാര്യം വെച്ചു. ഇറങ്ങി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവിടുന്ന് വിളിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആ കാൻഡിഡേറ്റ് ഇതുവരെ CV അയക്കാഞ്ഞത്, ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം ഫാസ്റ്റായിരുന്നു. ഞാൻ March 1st തൊട്ട് 30th വരെ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത പുറകെ അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു എങ്ങനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വന്നു? ഇവിടെ ഒരു 61
ആപ്ലിക്കേഷൻസ് എങ്കിലും വന്നിട്ടുണ്ട്. എല്ലാം അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് ഇവിടെ വന്നേ, അവിടെ ഉള്ള ക്യൂസിയുടെ ഫ്രണ്ടാണ്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഓർത്തത്. പക്ഷെ അവർക്ക് ആർക്കും എന്നെ അറിയത്തുമില്ല. അവരങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ എങ്ങനെ എത്തിയെന്ന് അവർക്ക് പറഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവിടെ ഞാൻ 1 മന്ത് നിന്നപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തു? അപ്പോൾ അവർ തന്നെ പറയുകയാണ്, മാഡത്തിൻ്റെ മദർ മേരിയോട് ചോദിക്കണം എങ്ങനെ മാഡം ഇവിടെ എത്തിയെന്ന്. അങ്ങനെ 30th ആയപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, മറ്റേ കുട്ടി പോവുകയാണ്, അവിടെ ഉള്ള QC പോവുകയാണ്, റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് ഓക്കെ ആണ്, ലിഞ്ചുവിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ ആണ്, എനിക്കൊരു 1 മന്ത് ടൈം വേണം, 1 വീക്ക് ടൈം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ April 8th ഞാൻ ജോയിൻ ചെയ്യുവാണ് QC മൈക്രോബയോളജിസ്റ്റായിട്ട്. ഒരു 16 ഇയേഴ്സ് ഗ്യാപ്പിലാണ് എനിക്ക് ഈ ജോബ് കിട്ടുന്നത്. ഇടയ്ക്ക് ഒരു 1 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു മെറിറ്റും ഇല്ലാത്ത ഒരാൾക്ക് ജോലി തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കുർബാന കണ്ടുകൊണ്ടിരുന്നത്. കോവിഡ് ടൈമിൽ തുടങ്ങിയതാണ് അങ്ങനെ കാണാൻ. ഞങ്ങളുടെ പള്ളിയിൽ സൺഡേസ് മാത്രമേ ഉള്ളൂ കുർബാന. പക്ഷേ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു കാത്തലിക് ചർച്ചുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാക്സിമം എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കുർബാന സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിലും ഇപ്പോഴാണ് ആത്മീയമായി ആഴപ്പെട്ടത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഈശോയ്ക്ക് എന്നെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ എല്ലാം എനിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോഴാണ് ഈ ഉടമ്പടി ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മരണം വരെയും ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ എൻ്റെ മോൻ കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വന്ന് വാങ്ങി രാത്രിയിൽ ഞങ്ങൾ ഉപ്പും തേനും എല്ലാം കഴിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. എനിക്കെപ്പോഴും സൈനസൈറ്റിസ് വരുന്ന ആളായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നിട്ടേ ഇല്ല. അതുപോലെ എൻ്റെ മോൻ അണ്ടർ വെയ്റ്റാണ്. മോനെ സ്കൂള് പോലും ദൂരേക്ക് വിടാതെ എൻ്റെ വീടിൻ്റെ അടുത്താണ് സ്കൂള്. തൊട്ട് ഫ്രണ്ടിലുള്ള സ്കൂളിലാണ് വിടുന്നത്. കാരണം എപ്പോഴാണ് കോള് വരുന്നതെന്ന് അറിയത്തില്ല. ഫീവറാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള മോൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഫീവർ വന്നിട്ടേ ഇല്ല. എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കളും തൈലവും എല്ലാം പൂശിയാണ് മോനെ ഞാൻ സ്കൂളിൽ വിടാറ്. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ പള്ളികളിലും അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറൂ. അങ്ങനെ തോന്നുന്നവർക്ക് മാത്രം പ്രാർത്ഥിച്ചു കൊടുക്കും. മോളുടെ മാത്സിന് ട്യൂഷനുണ്ട്. ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പേരൂർക്കട. അവിടെ പോയി എല്ലാവർക്കും പേഷ്യൻസിന് പറ്റുന്നവരെ എല്ലാം സഹായിക്കും. പത്രം കൊടുക്കും, കാശ് രൂപം കൊടുക്കും. ചിലരൊക്കെ എൻ്റെ അടുത്ത് ഓടി വന്ന് ചോദിക്കും കാശ് രൂപം ഉണ്ടോ എന്ന് ചോദിക്കും. അത് കൊടുക്കും. ഉപ്പും തേനും എല്ലാം കൊടുക്കും. എൻ്റെ കസിൻസിനും എല്ലാം കൊടുക്കും. എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിക്ക് വന്ന അന്ന് തന്നെ എന്നെ കണ്ടപ്പോഴേ മാതാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. വേളാങ്കണ്ണി മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഹിന്ദുവാണ്, പക്ഷേ വേളാങ്കണ്ണി മാതാവിൻ്റെ നടയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മോന് സൗഖ്യം കിട്ടി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക്, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വീട് ജപ്തിയിലാണ്, 7 ദിവസത്തിനുള്ളിൽ വീട് ജപ്തി ചെയ്യും, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരാം, മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് കൃപാസനത്തിലെ കാര്യം പറഞ്ഞു. ഉപ്പും തേനും കൊടുത്തു, കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഞങ്ങൾ മുട്ടാത്ത വാതിലില്ല, പോകാത്ത ബാങ്കുകളില്ല, എല്ലായിടത്തുനിന്നും വേറെ ലോൺ ഉള്ളതുകൊണ്ട് ലോൺ തരില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ ചെന്ന് ഈ ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് തൊഴിലാരെ കോള് വന്നു. ആദ്യമൊന്നും എടുത്തില്ല, പിന്നെ എടുത്തപ്പോൾ ഒരു ബാങ്കിൽ നിന്നാണ്. അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാണ്, പക്ഷെ അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാ, ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ജപ്തി മാറിക്കിട്ടി. പിന്നെ എന്നാലും അവർക്ക് മണിയില്ല. പിന്നെ ഒരു 14 ഡേയ്സാണ് അവർ കൊടുത്തത്.
അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് മാറി ഒരു 4 സെൻറ്റ് സ്ഥലമുണ്ട്, വർഷങ്ങളായി അത് വിൽക്കാൻ നോക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വഴിയില്ലാത്തത് കൊണ്ട് ആരും മേടിക്കുന്നില്ല, അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട്, അവരാണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപ അവിടെ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി കുഴിച്ചിടണം, ഉപ്പ് വിതരണം, എന്നിട്ട് കാശ് രൂപം പിടിച്ചുപോയി അവരുടെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചു നോക്ക്, ചിലപ്പോൾ തരുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അത് അവർ വിചാരിച്ചതിലും കൂടുതലും മണിക്ക് അയാൾ അത് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ജീവിതത്തിലും മാതാവ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.